ചൂത്തിയ ലോക്ക് രണ്ടിക്ക ബച്ചേ ലോക്ക്. ഇതൊന്നും ഞാൻ പറയാമെന്നല്ല, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ട വീഡിയോക്ക് ഇട്ട കമൻസാണ് ഇതെല്ലാം. എൻ്റെ ബുദ്ധിയില്ലാത്ത ചാണം തിന്നുന്ന കുറേ സംഖ്യ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളെ കഥ മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ പൈസക്ക് ബീഫ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇതിലൊരു പീടികയിൽ തിന്നതിൻ്റെ വീഡിയോ ഇട്ടേനെ. ഇനി ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു പുണ്ണാക്കും ബാക്കിയില്ല. അല്ലോടെ ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് എൻ്റെ വായിക്കൂടെയല്ലേ തിന്നുന്നത്. വന്ന കുറച്ച് കമൻസാണ് ഇതൊക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഷീസ് നോട്ട് ഹിന്ദു, ഞാൻ ഹിന്ദു അല്ലടോ, ഞാൻ ഒരു റിലീജിയനെയും ഫോളോ ചെയ്യുന്ന ആളല്ലല്ലോ ഇല്ലടോ, ഞാൻ ഒരു ജാതി ഒരു മതവും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മെൻഷൻ അത്രയേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തോട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ബൈ പോർക്ക് ഫോർ യു മുസ്ലിം ഫ്രണ്ട്. മുസ്ലിം കൂട്ടുകാരനൊക്കെ മുസ്ലിം ഫ്രണ്ട്സിനൊക്കെ പന്നി വാങ്ങിച്ചു കൊടുക്ക്. എടാ, വേണ്ടുന്നവർ പന്നി തിന്നിട്ട് വേണ്ടുന്നവർ ബീഫ് തിന്നിട്ട് ഇവിടെ ആരും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ പന്നി തിന്നോന്നോ നീ ബീഫ് തിന്നോന്നും ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നില്ലല്ലോ തിന്ന് ബീഫ് നിങ്ങൾ എല്ലാവരും തിന്നണം എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. 400 പേരെ ബീഫ് മേടിച്ചിട്ട് കറി വെച്ചിട്ട് നിൻ്റെ വായിൽ കുത്തിത്തുർത്താനുള്ള ഇവിടെ ആൾ വരുന്നായിരുന്നു, വേറെ പണിയില്ലായിരുന്നു, ബഗിട് പറയുന്നതാണെന്ന്. നിങ്ങൾക്കെല്ലാം എന്തിൻ്റെ കയപ്പാന്ന് എനിക്ക് തിരിയുന്നില്ല. ഞാൻ എൻ്റെ വായി കൂടെ എല്ലടോ തിന്ന്, നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? വേറെ എടുത്താൽ വന്നിട്ട് പറഞ്ഞു കേരള സാർ 100% ലിറ്ററസി സാർ. എടാ, 100% ലിറ്ററസിയും ബീഫ് തിന്നുന്നതും തമ്മിൽ എന്താ ബന്ധം? ബുദ്ധിയില്ലാത്ത നിങ്ങൾക്കാണ്. സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് സ്കൂളിലും പോകില്ല, അന്നേരം കൂളും കഞ്ചാവും മറ്റേ വിമലും പാൻപാരാഗും വെച്ചിട്ട് തുന്നിട്ടും നടന്നിട്ട് തുപ്പിയിട്ട് സിവിക് സെൻസും ഇല്ലാണ്ട് കണ്ട വൃത്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് തുപ്പിയിട്ട് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് നടക്കാനല്ലാണ്ട് എന്തെങ്കിലും നല്ല ഉപകാരം നിങ്ങളെ കൊണ്ടുണ്ടാ? എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങളെ കൊണ്ടുണ്ടാ?